അസമിൽ വ്യോമസേനയുടെ വിമാനം ലാൻഡിംഗിനിടെ തകർന്നു. AN-32 ട്രാൻസ്പോർട്ട് വിമാനമാണ് തകർന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, അപകട കാരണം വ്യക്തമാണോ? ഇപ്പോൾ അതിനുള്ളിലുള്ളവരുടെ അവസ്ഥ എന്താണ്? സിന്ധുരി, ഇന്ന് രാവിലെയോട് കൂടിയാണ് ആസാമിലെ ജോർഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എയർക്രാഫ്റ്റിന് തീപിടിക്കുന്ന വ്യോമസേന വിമാനത്തിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. വ്യോമസേനയുടെ AN-32 ട്രാൻസ്പോർട്ട് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ അറിയാൻ സാധിക്കുന്ന വിവരമെന്ന് പറയുന്നത് ലാൻഡ് ചെയ്യുന്ന ആ സമയത്ത് വിമാനത്തിന് തീ പിടിക്കുകയായിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതിനകത്ത് 2 പൈലറ്റുമാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റ് പാസഞ്ചേഴ്സ് ഇല്ല എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൽ അന്വേഷണം ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ് എന്നതാണ് വ്യോമസേനാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന സമയത്തിനകം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ അപകട കാരണമടക്കം മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ AN-32 വിമാനം 1984 മുതൽ ഈ സർവീസിലുള്ള അന്നു മുതൽ ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ നോർത്ത് ഈസ്റ്റ് മേഖലയിലാണ് കൂടുതലും ഈ AN-32 ട്രാൻസ്പോർട്ട് വിമാനം വ്യോമസേന ഉപയോഗിച്ചു പോരുന്നത്. അതിൽ തന്നെ ഈ ലാൻഡിങ്ങിന്റെ സമയത്ത് ഹ്യൂമിഡിറ്റിയുടെ അടക്കം പ്രശ്നമുണ്ടായിരുന്നു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ അല്പസമയത്തിനകം തന്നെ വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിന്ധൂരി.